ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരു ചെറിയ തിയേറ്ററിൽ സിനിമ കാണാനിരിക്കുന്ന അത്രയും ആളുകൾ വിചാരിച്ചാൽ ഒരു തെരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കാൻ കഴിയുമോ? ശരിക്കും പറഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ അതൊരിക്കലും സാധ്യമല്ല എന്നാണ് ആൾക്കും തോന്നുക. അതെ, എന്റെ മനസ്സിലും ആദ്യം അങ്ങനെ തന്നെയാ വന്നത്. പക്ഷെ 1.3 ലക്ഷം പേർ വോട്ട് ചെയ്ത ഒരു ഇലക്ഷനിൽ വെറും 428 പേർക്ക് ഒരു മണ്ഡലത്തിന്റെ തലവര മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ഈ കഴക്കൂട്ടം മണ്ഡലത്തിലെ 2026 ഇലക്ഷൻ റിസൾട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതെ അതെ. അപ്പോൾ പ്രിയ ശ്രോതാവേ, നമ്മുടെ ഇന്നത്തെ ഈ പുതിയൊരു വിശകലനത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഏതെങ്കിലും ഒരു മുന്നണിയോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയോ ഒന്നും വിലയിരുത്താനല്ല ശ്രമിക്കുന്നു കേട്ടോ. തീർച്ചയായുമല്ല. ഇതൊരു തികച്ചും നിഷ്പക്ഷമായ ഒരു അന്വേഷണമാണ്. അടിസ്ഥാനത്തിൽ മാത്രം പരിശോധിക്കുകയാണ്. 2011 മുതൽ 2026 വരെയുള്ള ഔദ്യോഗിക കണക്കുകൾ മാത്രമാണ് നമ്മുടെ സ്രോതസ്. ഇത് വളരെ കൗതുകകരമായ ഒരു വിശകലനമായിരിക്കും. കാരണം കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ചരിത്രം എടുത്തു പരിശോധിച്ചാൽ അതൊരു സാധാരണ ഇരുമുന്നണി പോരാട്ടമായി മാറുന്നതാണല്ലോ നമ്മൾ എപ്പോഴും കാണാറുള്ളതല്ലേ? ശരിയാണ്, അതൊരു സ്ഥിരം പാറ്റേൺ ആണ്. പക്ഷെ കഴക്കൂട്ടത്തിന്റെ ഈ ഒരു 15 വർഷത്തെ കണക്കുകൾ ഒരു ത്രില്ലർ സിനിമയേക്കാൾ ഉദ്വേഗജനകമാണ്. ജനാധിപത്യത്തിൽ നിങ്ങളുടെ ഒരൊറ്റ വോട്ടിന് എത്രത്തോളം അധികാരമുണ്ടെന്ന് ഈ കണക്കുകൾ കൃത്യമായി കാണിച്ചു തരുന്നുണ്ട്. ഞാൻ ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ 2011 കഴക്കൂട്ടം വളരെ സാധാരണമായ ഒരു LDF UDF പോരാട്ടവേദിയായിരുന്നു എന്ന് കാണാൻ കഴിയുന്നുണ്ട്. അതെ അതെ. അവിടെ അസാധാരണമായ ഒന്നുമില്ല അല്ലേ? തീർച്ചയായും ഇല്ല. 2011 കണക്കുകൾ തികച്ചും ഒരു പരമ്പരാഗത കേരള മോഡൽ ഇലക്ഷൻ തന്നെയായിരുന്നു. അന്ന് UDF സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് MA വാഹിദ് വിജയിച്ചത് 50,887 വോട്ടുകൾ നേടിയാണ്. 50,000 വോട്ടുകൾ. അപ്പോ LDF ഒപ്പത്തിനൊപ്പം ഉണ്ടായിരുന്നോ? തൊട്ടു പിന്നിൽ തന്നെയുണ്ടായിരുന്നു. LDF സ്ഥാനാർത്ഥി C അജയകുമാറിന് ലഭിച്ചത് 48,591 വോട്ടുകളാണ്. അതായത് വിജയമാർജിൻ വെറും 2,200ഓളം വോട്ടുകൾ മാത്രം. അപ്പോ NDAയോ? അവർക്കന്ന് വലിയ റോളൊന്നും ഇല്ലായിരുന്നു. ഇല്ല, ആ സമയത്ത് NDA അവിടെ ഒരു വലിയ ഘടകമേ ആയിരുന്നില്ല. അവരുടെ സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് പത്മകുമാറിന് അന്ന് ലഭിച്ചത് കേവലം 7,508 വോട്ടുകൾ മാത്രമായിരുന്നു. വെറും 7,000 വോട്ടുകൾ. അപ്പോ അതൊരു സ്ഥിര ശൈലിയിലുള്ള പോരാട്ടമായിരുന്നു. എന്നാൽ ഇതിൽ നിന്നെനിക്ക് ശരിക്കും അത്ഭുതം തോന്നിയത് തൊട്ടടുത്ത ഇലക്ഷനിലെ, അതായത് 2016 കണക്കുകൾ കണ്ടപ്പോഴാണ്. അവിടെയാണ് ട്വിസ്റ്റ് തുടങ്ങുന്നത്. അതെ, 2016 ഗ്രാഫ് നോക്കുമ്പോൾ LDF സ്ഥാനാർത്ഥി കടകംപള്ളി സുരേന്ദ്രൻ 50,079 വോട്ടുകൾ നേടി വിജയിച്ചു എന്ന് കാണുന്നു. പക്ഷേ NDA സ്ഥാനാർത്ഥി V മുരളീധരൻ പെട്ടെന്ന് 2ാം സ്ഥാനത്തേക്ക് കുതിച്ചെത്തിയിരിക്കുന്നു. അത് ശരിക്കും അന്ന് എല്ലാവരെയും ഞെട്ടിച്ചൊരു മുന്നേറ്റമായിരുന്നു. അതെ, മാത്രമല്ല 2011 വിജയിച്ച UDFന്റെ MA വാഹിദ് 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്തു. ഇതിലെനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. ഈ വെറും 7,500 വോട്ടുകൾ നിന്നിരുന്ന ഒരു മുന്നണി 5 വർഷം കൊണ്ട് പെട്ടെന്ന് 42,732 വോട്ടുകളിലേക്ക് എത്തുക. അതായത് അത് വെറുതെ അങ്ങ് സംഭവിക്കുന്ന ഒന്നല്ലല്ലോ. സ്ഥിരമായി മത്സരിക്കുന്ന 2 കുതിരകൾക്ക് മുൻപിലേക്ക് തികച്ചും അപ്രതീക്ഷിതമായി എവിടെ നിന്നോ ഒരു 3ാം കുതിര കുതിച്ചെത്തുന്നത് പോലെയാണിത്. ഈ വോട്ടുകൾ എവിടെ നിന്നാണ് അവർക്ക് കിട്ടിയത്? ആ ചോദ്യത്തിലാണ് ഈ മാറ്റത്തിന്റെ യഥാർത്ഥ ഉത്തരമുള്ളത്. ആ 3ാമത്തെ കുതിര ശൂന്യതയിൽ നിന്നല്ല പറന്നിറങ്ങിയത്. കണക്കുകൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഈ വോട്ടുകൾ എവിടെ നിന്നാണ് ചോർന്നതെന്ന് വളരെ വ്യക്തമായി മനസ്സിലാകും. എവിടെ നിന്നാണ്? നമ്മൾ UDFന്റെ കണക്കുകളിലേക്കൊന്ന് നോക്കുക. 2011 അവർക്ക് ഏകദേശം 50,700 വോട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ 2016 അത് 38,602 ചുരുങ്ങി. അതായത് ഒറ്റയടിക്ക് 12,000-ലധികം വോട്ടുകളുടെ വമ്പൻ ചോർച്ച. കൃത്യമായി പറഞ്ഞാൽ അതെ. അപ്പോ UDFന്റെ വോട്ട് ബാങ്കിൽ വിള്ളൽ വീണു. അതാണോ NDAയുടെ ഈ വളർച്ചയ്ക്ക് കാരണം? അതുമാത്രമല്ല, LDF അവരുടെ 48 മുതൽ 50,000 വരെയുള്ള അടിസ്ഥാന വോട്ട് ഭദ്രമായി നിലനിർത്തിയിട്ടുണ്ട്. അപ്പോൾ NDAക്ക് കിട്ടിയ ഈ 35,000-ഓളം വരുന്ന പുതിയ വോട്ടുകൾ എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കാര്യം UDFൽ നിന്നുണ്ടായ ഈ വലിയ ചോർച്ച തന്നെയാണ്. പിന്നെ 2, പുതുതായി പേര് ചേർത്ത യുവ വോട്ടർമാരുടെയും മറ്റും പിന്തുണ. ഒരു മണ്ഡലം പരമ്പരാഗതമായ ഇരുമുന്നണി രാഷ്ട്രീയത്തിൽ നിന്നും മാറി ശക്തമായ ഒരു ത്രികോണ മത്സരത്തിന്, അതായത് ഒരു 3 കോർണേഡ് ഫൈറ്റിന് വേദിയായി മാറുന്നതിന്റെ ശാസ്ത്രീയമായ കണക്കാണിത്. അതെ, അത് വളരെ കൃത്യമായ ഒരു വിശദീകരണമാണ്. അപ്പോൾ വോട്ടർമാർ
തങ്ങളുടെ മുൻഗണനകൾ മാറ്റാൻ തയ്യാറായി കഴിഞ്ഞു എന്നതിന്റെ ആദ്യ സൂചനയായിരുന്നു 2016. തീർച്ചയായും. പക്ഷേ ഈ 2016-ൽ UDF-ൽ നിന്ന് ചോർന്ന വോട്ടുകൾ എവിടേക്കാണ് പോയത് എന്നൊരു ചോദ്യമുണ്ടല്ലോ. അതാണ് 2021-ലെ കണക്കുകൾ പരിശോധിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. കാരണം 2021-ൽ നമ്മൾ കാണുന്നത് തികച്ചും വ്യത്യസ്തമായ മറ്റൊരു ചിത്രമാണ്. അതെ, 2021-ലെ ഫലം ഒറ്റനോട്ടത്തിൽ ആരെയും അമ്പരപ്പിക്കുന്നതാണ്. അന്ന് സിറ്റിംഗ് MLA ആയ കടകംപള്ളി സുരേന്ദ്രൻ 63,690 വോട്ടുകളാണ് നേടിയത്. അതെ, 63,000. അതായത് 23,500 വോട്ടുകളുടെ വമ്പൻ ഭൂരിപക്ഷം. അതെ, അന്ന് NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ 40,193 വോട്ടുകളോടെ രണ്ടാം സ്ഥാനം നിലനിർത്തിയപ്പോൾ UDF സ്ഥാനാർത്ഥി ഡോക്ടർ SS ലാലിന്റെ വോട്ടുകൾ വീണ്ടും ഇടിഞ്ഞ് 32,995 മാറി. എനിക്ക് ശരിക്കും ആശയക്കുഴപ്പമുണ്ട്. ഈ 2016-ൽ വെറും 7,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ നിന്നാണ് LDF ഒറ്റയടിക്ക് 23,500-ലേക്ക് എത്തിയത്. മാത്രമല്ല NDAയ്ക്കും UDF-നും വോട്ടുകൾ കുറയുകയും ചെയ്തു. ഇതൊരു ത്രികോണ മത്സരമാണെന്ന് നമ്മൾ പറഞ്ഞെങ്കിലും ഈ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ കഴക്കൂട്ടം LDF-ന് മാത്രം തകർക്കാൻ കഴിയാത്ത വിധം ഒരു വലിയ കോട്ടയായി മാറിയതുപോലെയല്ലേ തോന്നുന്നത്? അങ്ങനെയാണ് ഈ അക്കങ്ങൾ നിങ്ങളെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ അതൊരു വലിയ തെറ്റിദ്ധാരണയാണ്. ആണോ? അതെ. ആ 23,500 വോട്ടുകളുടെ ഭൂരിപക്ഷം കണ്ട് അതൊരു കോട്ടയാണെന്ന് കരുതിയാൽ നമ്മൾ ഈ കണക്കുകളെ പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് അർത്ഥം. അല്ല, പിന്നെങ്ങനെയാണ് അത്രയും വലിയൊരു ഭൂരിപക്ഷം അവർക്ക് ലഭിച്ചത്? എവിടെന്നാണ് ആ വോട്ടുകൾ വന്നത്? അവിടെയാണ് ടാക്ടിക്കൽ വോട്ടിംഗ് അഥവാ തന്ത്രപരമായ വോട്ടിംഗ് എന്ന ഘടകം നമ്മൾ മനസ്സിലാക്കേണ്ടത്. LDF-ന് എങ്ങനെ ഒറ്റയടിക്ക് 63,000-ന് മുകളിൽ വോട്ടുകൾ ലഭിച്ചു? ഒന്നാമത്തെ കാരണം അന്ന് സംസ്ഥാനത്തൊട്ടാകെ ഉണ്ടായിരുന്ന ഭരണ തുടർച്ചയുടെ അനുകൂല തരംഗം തന്നെയാണ്. ശരിയാണ്. എന്നാൽ രണ്ടാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാരണം UDF-ന്റെ തകർച്ചയാണ്. UDF ദുർബലമാകുന്നു എന്ന് കണ്ടപ്പോൾ NDAയെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ UDF-ന്റെ പരമ്പരാഗത വോട്ടുകളിൽ ഒരു വലിയ വിഭാഗം LDF-ലേക്ക് കേന്ദ്രീകരിച്ചു. അപ്പോൾ അതൊരു ക്രോസ് വോട്ടിംഗ് പോലെയോ? കൃത്യമായി പറഞ്ഞാൽ അതെ. നമ്മൾ UDF-ന്റെ വോട്ട് ഗ്രാഫ് ഒന്ന് പരിശോധിച്ചു നോക്കൂ. 2011-ൽ 50,000, 2016-ൽ 38,000, പിന്നെ 2021-ൽ അത് വീണ്ടും താഴേക്ക് പോയി 32,000-ആയി. ഈ വോട്ടുകളാണ് LDF-ന്റെ ഭൂരിപക്ഷം ആ വർഷം വർദ്ധിപ്പിച്ചത്. അപ്പോൾ ആ ഭൂരിപക്ഷം LDF-ന്റെ മാത്രം വോട്ടുകളായിരുന്നില്ല, മറിച്ച് UDF-ൽ നിന്നുള്ള വായ്പ കൂടിയായിരുന്നു എന്ന് പറയാം, അല്ലേ? കൃത്യമായി പറഞ്ഞു. എന്നാൽ ഇതിനിടയിൽ എല്ലാവരുടെയും കണ്ണിൽപ്പെടാതെ പോയ അതിപ്രധാനമായ ഒരു കാര്യമുണ്ട്. അതെന്താണ്? 2021-ൽ LDF വലിയ തരംഗമുണ്ടാക്കിയിട്ടും NDA തങ്ങളുടെ വോട്ട് ബാങ്ക് വലിയ കോട്ടമില്ലാതെ നിലനിർത്തി എന്നതാണ് ആ രഹസ്യം. അത് ശരിയാണല്ലോ. അതെ, 2016-ൽ അവരുണ്ടാക്കിയെടുത്ത ആ 40,000-ന് മുകളിലുള്ള അടിസ്ഥാന വോട്ട് 2021-ലും വലിയ പോരലുകളില്ലാതെ ശോഭാ സുരേന്ദ്രനിലൂടെ അവർക്ക് നിലനിർത്താൻ കഴിഞ്ഞു. ആ മൂന്നാമത്തെ കുതിര ട്രാക്കിൽ നിന്നും മാറിയിരുന്നില്ല എന്ന് മാത്രമല്ല, അവരുടെ അടിത്തറ ഇളകാതെ നിൽക്കുകയും ചെയ്തു. ഇതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്ന 2026-ലെ അട്ടിമറിക്ക് യഥാർത്ഥത്തിൽ കളമൊരുക്കിയത്. അപ്പൊ കോട്ട എന്ന് തോന്നിച്ചത് പൂർണ്ണമായും ഒരു താൽക്കാലിക പ്രതിഭാസം മാത്രമായിരുന്നു. അതെന്തായാലും വളരെ നിർണായകമായൊരു നിരീക്ഷണമാണ് കേട്ടോ. കാരണം ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ വിശകലനത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്കാണ്. അതെ, ആ വലിയ ത്രില്ലറിലേക്ക്. 2026-ലെ തെരഞ്ഞെടുപ്പ് ഫലം അക്ഷരാർത്ഥത്തിലൊരു ഫോട്ടോ ഫിനിഷ് ത്രില്ലർ. ഞാൻ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞ ആ 428 വോട്ടുകളുടെ കണക്കുകളിലേക്ക് നമുക്ക് വരാം. പ്രിയ ശ്രോതാവേ, ഈ കണക്കുകളൊന്ന് ശ്രദ്ധിക്കുക. 2026-ൽ കഴക്കൂട്ടത്തെ ആകെയുള്ള 1.64 ലക്ഷം വോട്ടർമാരിൽ 1.31 ലക്ഷം പേർ പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്തു. അതായത് ഏകദേശം 78.67% പേർ വോട്ട് രേഖപ്പെടുത്തി. കൃത്യം. ഇവിടെ NDA സ്ഥാനാർത്ഥിയായ V. മുരളീധരൻ 46,564 വോട്ടുകൾ നേടി വിജയിച്ചു. അതായത് മൊത്തം പോൾ ചെയ്ത വോട്ടിന്റെ 35.4%. തൊട്ടുപിന്നിൽ സിറ്റിംഗ് MLA കൂടിയായ LDF-ന്റെ കടകംപള്ളി സുരേന്ദ്രൻ ലഭിച്ചത് 46,136 വോട്ടുകൾ. ശതമാനക്കണക്കിൽ 35.1%.
ഒപ്പം UDFന്റെ അഡ്വക്കേറ്റ് ടി ശരചന്ദ്ര പ്രസാദ് 37,183 വോട്ടുകൾ നേടി. അതായത് 28.3%. അവർ ശക്തമായൊരു തിരിച്ചുവരവ് നടത്തി. അതെ, പക്ഷേ ഇവിടെ നമ്മളെ ഏറ്റവും അമ്പരിപ്പിക്കുന്നത് വിജയ മാർജിനാണ്. വെറും 428 വോട്ടുകൾ. ഇതൊരു ഒളിമ്പിക്സ് 100 മീറ്റർ ഫൈനൽ പോലെയാണ് എനിക്ക് തോന്നുന്നത്. 3 അത്ലറ്റുകൾ ഒരേ സമയം ഫിനിഷിംഗ് പോയിന്റിലേക്ക് ഓടിയെത്തുന്നു. നഗ്നനേത്രങ്ങൾ കൊണ്ട് നോക്കിയാൽ ആരാണ് ജയിച്ചതെന്ന് കണ്ടെത്താൻ കഴിയില്ല. അതെ, ആ സ്ലോ മോഷൻ ക്യാമറ വെച്ച് നോക്കുന്ന അവസ്ഥ. കൃത്യം. ക്യാമറ സ്ലോ മോഷനിൽ വെച്ച് ഓരോ ഫ്രെയിം ബൈ ഫ്രെയിമായി പരിശോധിക്കേണ്ടി വരുന്ന ആ ഒരവസ്ഥ. അതുപോലെയാണ് ഈ കണക്കുകൾ. 1.3 ലക്ഷം വോട്ടുകൾക്കിടയിൽ വെറും 428 വോട്ടുകളുടെ വ്യത്യാസം. ശരിക്കും ആ വലിയ ഭൂരിപക്ഷത്തിൽ നിന്ന് LDF എങ്ങനെ ഈ പരാജയത്തിലേക്കെത്തി? ശ്വാസം അടക്കിപ്പിടിച്ച് മാത്രം കാണാൻ കഴിയുന്ന ഒരു മത്സരം തന്നെയായിരുന്നു അത്. 23,500-ൽ നിന്ന് വെറും 428 വോട്ടുകളുടെ പരാജയത്തിലേക്ക് എത്തുമ്പോൾ എന്താണ് ആ മണ്ഡലത്തിൽ സംഭവിച്ചതെന്ന് നമ്മൾ ആലോചിക്കണം. എന്താ സംഭവിച്ചത്? ഒരു ത്രികോണ മത്സരത്തിൽ വോട്ടുകളുടെ കണക്കുകൾ എങ്ങനെ മാറി മറിയുമെന്ന് ഇത് വ്യക്തമാക്കുന്നു. ഇരുമുന്നണികൾ മാത്രം മത്സരിക്കുമ്പോൾ വിജയിക്കാൻ സാധാരണഗതിയിൽ 45 മുതൽ 50% വരെ വോട്ടുകൾ വേണ്ടിവരും. എന്നാൽ 3 പേർ തുല്യശക്തികളായി മത്സരിക്കുമ്പോൾ ഈ വിജയശതമാനം വളരെ താഴേക്ക് വരും. അത് ശരിയാണ്. ഇവിടെ 35.4%-ഉം 35.1%-ഉം തമ്മിലുള്ള ആ നേരിയ വ്യത്യാസമാണ് വിധി നിർണയിച്ചത്. വെറും 0.3%-ന്റെ വ്യത്യാസം. അപ്പോ ആ പഴയ UDF വോട്ടുകൾ എന്തു ചെയ്തു എന്നറിയാൻ എനിക്ക് ആകാംക്ഷയുണ്ട്. കഴിഞ്ഞ തവണ അവർ 32,000-ആയി ചുരുങ്ങിയിരുന്നല്ലോ. അതാണിതിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. ഇത്തവണ UDF 32,000-ൽ നിന്ന് 37,000-ആയി തങ്ങളുടെ നില മെച്ചപ്പെടുത്തി. അപ്പോൾ വോട്ടുകൾ തിരിച്ചുപോയോ? അതെ, LDF-ലേക്ക് കഴിഞ്ഞ തവണ പോയ ആ ടാക്ടിക്കൽ വോട്ടുകൾ UDF തിരികെ പിടിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? സ്വാഭാവികമായും LDF-ന്റെ ആ വലിയ ഭൂരിപക്ഷത്തിന്റെ അടിത്തറ ഇളകി. അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന അധിക വോട്ടുകൾ തിരികെ പോയി. മറുവശത്ത് NDA ആകട്ടെ തങ്ങളുടെ 40,000 എന്ന ഉറപ്പുള്ള അടിത്തറയിൽ നിന്ന് 46,000-ലേക്ക് വോട്ടുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്തു. 3 പേരും ശക്തമായി തങ്ങളുടെ വോട്ടുകൾ സമാഹരിച്ചപ്പോൾ ആർക്കും വലിയൊരു ആധിപത്യമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഫലം വെറും 428 വോട്ടുകൾക്ക് തീരുമാനിക്കപ്പെട്ടു. അപ്പോൾ LDF-ന്റെ കുമിള പൊട്ടിയത് UDF അവരുടെ വോട്ടുകൾ തിരികെ പിടിച്ചതുകൊണ്ടാണെന്ന് പറയാം. ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും കൗതുകകരമാകുന്നത് കേട്ടോ. അതെന്താ? 428 വോട്ടുകൾക്ക് ഒരാൾ വിജയിക്കുമ്പോൾ ആ ലിസ്റ്റിലെ ബാക്കിയുള്ള ഓരോ വോട്ടിന്റെയും പ്രാധാന്യം വളരെ വലുതാണല്ലോ. നമ്മളെപ്പോഴും ഈ 3 പ്രധാന സ്ഥാനാർത്ഥികളെക്കുറിച്ച് മാത്രമേ സംസാരിക്കാറുള്ളൂ. എന്നാൽ 2026-ലെ ആ ലിസ്റ്റിന്റെ താഴേക്കൊന്ന് സൂക്ഷിച്ചു നോക്കൂ. നോട്ടയും സ്വതന്ത്രരൊക്കെയുള്ള ഭാഗം. അതെ, നോട്ടയ്ക്ക് ലഭിച്ചത് 981 വോട്ടുകളാണ്. അതായത് 0.7%. പിന്നെ BSPക്ക് 298 വോട്ടുകൾ, DHRM പാർട്ടിക്ക് 260 വോട്ടുകൾ. കൂടാതെ 2 സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ കൂടിയുണ്ട് ആ ലിസ്റ്റിൽ. ഇതിൽ കെ സുരേന്ദ്രൻ എന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് 97 വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ വി ശ്രീകണ്ഠൻ നായർ എന്ന സ്വതന്ത്രന് 68 വോട്ടുകളും. എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ 97 വോട്ടുകൾ ലഭിച്ച കെ സുരേന്ദ്രൻ എന്ന സ്ഥാനാർത്ഥിയാണ്. ആ പേരിന്റെ സാമ്യം അല്ലേ? അതെ, LDF സ്ഥാനാർത്ഥിയുടെ പേര് കടകംപള്ളി സുരേന്ദ്രൻ എന്നാണ്. പേരിനോട് സാമ്യമുള്ള ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് ലഭിച്ച ഈ 97 വോട്ടുകൾ വിജയമാർജിൻ വെറും 428-ആയി നിൽക്കുമ്പോൾ എത്രത്തോളം നിർണായകമാണെന്ന് നോക്കൂ. ആളുകൾക്ക് വെറുതെ പേര് മാറിപ്പോയി ലഭിച്ചതാകാനിടയുള്ള ഈ വോട്ടുകൾ പോലും ഒരു വലിയ മാറ്റത്തിന് കാരണമായില്ലേ? ഇതൊരു വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ജനാധിപത്യത്തിൽ പലപ്പോഴും ഇത്തരം തന്ത്രങ്ങൾ നമ്മൾ കാണാറുള്ളതാണ്. സാമ്യമുള്ള പേരുകളുള്ള ഡമ്മി സ്ഥാനാർത്ഥികളെ നിർത്തുക എന്നത് വർഷങ്ങളായി കണ്ടുവരുന്ന ഒരു രീതിയാണ്. വോട്ടർമാരെ കൺഫ്യൂസ് ചെയ്യിക്കാൻ. അതെ, വോട്ടർമാരെ ആശയക്കുഴപ്പത്തിലാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ആ 97 വോട്ടുകൾ ഒരുപക്ഷെ വോട്ടർമാർക്ക് അബദ്ധത്തിൽ മാറി വീണതാകാം. എന്നാൽ ഒന്നാലോചിച്ചു നോക്കൂ, 428 വോട്ടിന്റെ മാത്രം ഭൂരിപക്ഷത്തിൽ നിൽക്കുമ്പോൾ ആ 97 വോട്ടുകൾക്ക് സ്വർണത്തേക്കാൾ വിലയുണ്ട്. അതൊരു പക്ഷേ യഥാർത്ഥ സ്ഥാനാർത്ഥിക്ക് ലഭിക്കേണ്ടിരുന്ന വോട്ടുകളാകാം. അത് ശരിയാണ്. ആ 97 വോട്ടുകൾ പോലും എത്ര നിർണായകമാണെന്ന് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട്. എന്നാൽ അതിനേക്കാൾ ഒക്കെ എന്നെ അമ്പരപ്പിച്ചത് നോട്ടയുടെ കണക്കാണ്. അതെ, ഗണിതശാസ്ത്രപരമായി ഇവിടെ ഏറ്റവും വലിയ പ്രാധാന്യമുള്ളത് നോട്ടയ്ക്ക് ലഭിച്ച വോട്ടുകൾക്കാണ്.
981 ആളുകളാണ് പോളിംഗ് ബൂത്തിൽ വന്ന് ക്യൂ നിന്ന് ഈ പ്രധാന സ്ഥാനാർത്ഥികൾ ആരും എനിക്ക് വേണ്ട എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ സംഖ്യ ശരിക്കും വലുതാണ്. അതെ, ആ സംഖ്യയുടെ വലിപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോ? വിജയമാർജിനായ 428ന്റെ ഇരട്ടിയിലധികം വരും ഈ 981 എന്ന സംഖ്യ. അതികഠിനമായ പോരാട്ടങ്ങളിൽ ഇത്തരം ചെറിയ ഘടകങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ അവഗണിക്കുന്ന ഇത്തരം വോട്ടുകൾ പോലും എങ്ങനെ ഒരു മണ്ഡലത്തിന്റെ തലവര മാറ്റിയെഴുതുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കണക്കുകൾ. ശരിയാണ്. ഇതൊരു ത്രികോണ മത്സരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. വോട്ട് വിഹിതം കുറയുന്തോറും ഓരോ ചെറിയ വോട്ടും വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. സത്യത്തിൽ ഇതെല്ലാം കേൾക്കുമ്പോൾ ഒരു വോട്ടർ എന്ന നിലയിൽ വലിയൊരു തിരിച്ചറിവാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഈ വിശകലനം ചെയ്തതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? നമ്മൾ 2011 മുതൽ 2026 വരെയുള്ള കഴക്കൂട്ടത്തിന്റെ രാഷ്ട്രീയ യാത്ര കണ്ടു. 2011 സാധാരണഗതിയിലുള്ളൊരു 2 മുന്നണികൾ തമ്മിലുള്ള പോരാട്ടത്തിൽ തുടങ്ങി. അവിടെ നിന്ന് 2016 തികച്ചും അപ്രതീക്ഷിതമായി ഒരു പുതിയ മൂന്നാം ശക്തിയുടെ കടന്നുവരവിലൂടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. ആ ത്രികോണ മത്സരം പിന്നീട് 2021 ടാക്ടിക്കൽ വോട്ടിങ്ങിലൂടെ അതൊരു മുന്നണിയുടെ മാത്രം കോട്ടയാണെന്ന് തോന്നിപ്പിച്ചു. അതെ. എന്നാൽ ഒടുവിൽ 2026 UDF തങ്ങളുടെ വോട്ടുകൾ തിരികെ പിടിച്ചപ്പോൾ നമ്മൾ കണ്ട ആ ഫോട്ടോ ഫിനിഷിൽ വെറും 428 വോട്ടുകൾക്ക് ഒരു പുതിയ ജനപ്രതിനിധിയെ കഴക്കൂട്ടം തിരഞ്ഞെടുത്തു. ശരിക്കും വിശ്വസിക്കാൻ കഴിയാത്തൊരു രാഷ്ട്രീയ പരിണാമം തന്നെയാണിത്. അതെ, ഒരു സംശയവുമില്ല. ജനങ്ങളുടെ മനസ്സ് എപ്പോഴും മാറിമറിഞ്ഞുകൊണ്ടിരിക്കുമെന്നതിന്റെ ജീവിക്കുന്ന തെളിവാണിത്. ഒരു മുന്നണിക്കും സ്വന്തമായി ഒരു സ്ഥിരം വോട്ട് ബാങ്ക് ഇല്ല എന്ന് ഈ അക്കങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണമെങ്കിൽ അവകാശവാദങ്ങൾ ഉന്നയിക്കാം. പക്ഷേ വോട്ടർമാർ കൂടുതൽ ചിന്തിക്കാനും മാറ്റങ്ങൾ പരീക്ഷിക്കാനും തന്ത്രപരമായി വോട്ട് ചെയ്യാനും തയ്യാറാകുമ്പോഴാണ് ജനാധിപത്യം കൂടുതൽ അർത്ഥവത്താകുന്നത്. അതെ, പ്രിയ ശ്രോതാവേ, നിങ്ങളുടെ ഒരു വോട്ടിന് എന്ത് വിലയുണ്ടെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി കാണും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. തെരഞ്ഞെടുപ്പ് ദിവസം വെറുമൊരു അവധിയല്ലേ എന്ന് കരുതി വീട്ടിലിരിക്കാനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും കുത്തിവോട്ട് പാഴാക്കാനോ തീരുമാനിക്കുന്ന ഓരോരുത്തരും അറിയാതെ തന്നെ ഇത്തരം വലിയ ഫലങ്ങളെയാണ് സ്വാധീനിക്കുന്നത്. നിങ്ങളുടെ ഓരോ വോട്ടും ഒരു തീരുമാനമാണ്. ആ തീരുമാനം ഒരുപക്ഷേ ചരിത്രം തന്നെ മാറ്റി എഴുതിയേക്കാം. അതെ, ആ ഒരൊറ്റ വോട്ടിന്റെ ശക്തി വലുതാണ്. ഈ വിശദമായ കണക്കെടുപ്പ് അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വയം ചിന്തിക്കാനായി ഒരു ചെറിയ ചോദ്യം കൂടി ഞങ്ങൾ നൽകുകയാണ്. വെറും 428 വോട്ടുകൾക്ക് ഭരണം മാറിയ ഒരു മണ്ഡലത്തിൽ പ്രധാന സ്ഥാനാർത്ഥികളാരും വേണ്ട എന്ന് തീരുമാനിച്ച് നോട്ടാ ബട്ടൺ അമർത്തിയ ആ 981 പേർ, ഒരുപക്ഷെ അതിൽ പകുതി പേരെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ കഴക്കൂട്ടത്തിന്റെ ചരിത്രം മറ്റൊന്നാകുമായിരുന്നില്ലേ? തീർച്ചയായും. ഡമ്മി സ്ഥാനാർത്ഥിക്ക് മാറി വോട്ട് കുത്തിയ ആ 97 പേർ ശരിയായ ചിഹ്നത്തിൽ വോട്ട് ചെയ്തിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഫലം? ജനാധിപത്യത്തിൽ വോട്ട് ചെയ്യാതിരിക്കുന്നതും അല്ലെങ്കിൽ എല്ലാവരെയും നിരസിച്ച് നോട്ട് ചെയ്യുന്നതും ഒരു തീരുമാനം തന്നെയാണ്. ആ തീരുമാനം ചിലപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ തന്നെ അട്ടിമറിച്ചേക്കാം. ഇതിനുള്ള മറുപടി നിങ്ങൾ തന്നെ ചിന്തിച്ചു കണ്ടെത്തുക. ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. ഇന്നത്തെ ഈ വിശകലനം നിങ്ങൾക്ക് പുതിയ ചില അറിവുകൾ നൽകിയെന്ന് ഞങ്ങൾ കരുതുന്നു. ഇത്തരം രസകരമായ അക്കങ്ങളും അതിന്റെ പിന്നിലെ കഥകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ എപ്പോഴും ചിന്തിച്ച് മാത്രം രേഖപ്പെടുത്തുക. നന്ദി.